So, hello, Jimin. What's up, you guys? Welcome back to another episode of Minecraft Hardcore series. This Hardcore series in episode 2 ആണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇവിടെ കോപ്പർ ചൂടാക്കാൻ വെച്ചിരുന്നു. നമുക്കൊരു കോപ്പർ ആർമർ വേണം. 50 കോപ്പർ ഉണ്ട്. നമുക്ക് നെഞ്ചത്ത് തന്നെ സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനെത്ര വേണം? 1 2 3 4 5 6 7 8. നമുക്കിപ്പോൾ ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഓക്കെ, അവിടെ നോക്കട്ടെ. വാവ്, കോപ്പർ ആർമർ, ഫസ്റ്റ് കോപ്പർ. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കാൻ പറ്റുകയാണ്. മൈനിങ് ഏരിയ ടോർച്ച് ഉണ്ടാകാറുണ്ടോ? ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് അതിന് മുമ്പ് നമുക്ക് വുഡ് എടുക്കണം. ഗൈസ്, ഹാർഡ്കോറിൽ ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് വുഡ് വേണം, അത്യാവശ്യം വുഡ് വേണം. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് എടുത്ത് കുറേ വുഡ് എടുക്കണം. അതിൽ നിന്ന് കോളുണ്ടാകും. അതാണ് ഇപ്പം ഏറ്റവും വലിയ ടാസ്ക്. നമുക്ക് പറ്റുന്നത്ര വുഡ് എടുക്കാം. 64 ഫുൾ സെറ്റ് എടുത്താലേ കോള് വേണം എന്നാലേ ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പറ്റണത്ര ഫുഡ് എടുത്തു. ഒരു ചെയ്യുന്നില്ല, എത്രത്തോളം പറ്റുന്ന അത്രത്തോളം നല്ല കാര്യം. എന്താണിത്? എടാ, ഇത് ഗുഹയല്ലേടാ? എക്സ്പ്ലോർ ചെയ്യണോ? ഇനി വേണ്ട, ഇപ്പം വേണ്ട. നമുക്ക് പിന്നെ എപ്പോഴും എക്സ്പ്ലോർ ചെയ്യും. തുടങ്ങിയപ്പോൾ തന്നെ ഹെൽത്ത് പോയി. ഓക്കെ, വിട്ടിടാ. നമുക്ക് പറ്റണത്ര മാക്സിമം നിങ്ങൾ ഈ മൈൻക്രാഫ്റ്റിൽ മെയിനായിട്ട് നമുക്ക് പറ്റണത്ര വുഡ് എടുക്കാം. നമ്മൾ പറഞ്ഞ സ്റ്റോറേജ് ഫുൾ എടുക്കാനില്ല. ഒരു 64ൻ്റെ 2 സെറ്റ്, ഫുൾ 64ൻ്റെ 2 സെറ്റ് എടുക്കണം. എന്നാലേ നമുക്ക് അതിൽ നിന്നെങ്കിലും 3 സെറ്റ് വുഡ് കിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരു സെറ്റ് ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. ഇനിയാണ് സ്റ്റിക്ക് ഉണ്ടാക്കാൻ. കുറേ വുഡ് വേണം, സ്റ്റിക്ക് ഉണ്ടാക്കണം. അതിന് കുറേ പണിയുണ്ട്. എന്നിട്ട് നമ്മൾ ഓക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കണം. മിച്ചം പറഞ്ഞ വുഡിൽ നമുക്ക് കോളും ഉണ്ടാക്കണം. കോളം ഒരു വുഡ് വെച്ച് നമുക്ക് ഒരെണ്ണം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കുറേ വുഡ് എടുക്കണം. എന്നാലും നമുക്ക് മൈനിങ് സെറ്റാക്കി നമുക്ക് ഡയമണ്ടായി കിട്ടാൻ എനിക്ക് തോന്നില്ല. ഡയമണ്ട് കിട്ടും, ഈ എപ്പിസോഡിലൊക്കെ കിട്ടും. ഈ എപ്പിസോഡ് കിട്ടുമല്ലോ. ഈ എപ്പിസോഡ് അയണാണ് ഒപ്പിക്കാൻ നോക്കണം. അയൺ ഒപ്പിച്ചാൽ അത്രയും നല്ല കാര്യം. കാരണം അത്യാവശ്യം അയൺ കിട്ടിയാൽ നമുക്ക് ആർമർ, കോപ്പർ ആർമർ അധികാരം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഫ്രീ സ്റ്റിക്ക് വന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ എടുക്കണം. ഇതെടുക്കാൻ പറ്റാത്ത എടുക്കാം. കുറേ അത്യാവശ്യം കിട്ടായ ഇതും കൂടെ എടുക്കാം. മൊത്തം തീർത്ത് കളയും. ഇവിടെ അത്യാവശ്യത്തിന് വുഡുണ്ട്. നല്ല സ്ഥലം ഞാൻ പറഞ്ഞില്ല. അയ്യോ, ഇവിടുന്ന് ഓക്കെ ഇത് തന്നെ എൻ്റെ സ്ഥലം. ഇത് തന്നെ ഇതാണ്ടേ നമ്മുടെ സ്ഥലം. ഓക്കെ, വുഡ് കഴിഞ്ഞു. 21 കുഴപ്പമില്ല. ഇത് വെച്ച് നമുക്ക് നെഞ്ചത്ത് തന്നെ സാധനം എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ. എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ, അത് നല്ല കാര്യം തന്നെ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും കോപ്പറിൻ്റെ ആവശ്യമില്ല, ഇത് കുഴപ്പമില്ല. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതെടുത്ത് നമുക്ക് കണ്ടോ അത്യാവശ്യം 90+. എപ്പോൾ എത്രണ്ണമായി? നമ്മളിപ്പം 64ആയി. ഇനി ഈ 23 സ്റ്റിക്ക് ഉണ്ടോ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും. ഈ 12 എടുത്തിട്ട് ഫസ്റ്റ് ഇതൊന്ന് കോളാക്കാൻ വയ്ക്കാം. ഓക്കെ, അത് ആവട്ടെ. നമുക്ക് ഇപ്പോൾ ഉള്ള കോള് വെച്ച് പക്ഷേ ഇപ്പോൾ ഉള്ള നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. എനിക്ക് കല്ലുണ്ടോ? എനിക്ക് 2-3 പിക്കാസും കൂടെ ഉണ്ടാക്കണം. അല്ല പറ്റൂല.
എനിക്ക് 2-3 പിക്കാസെങ്കിലും ഉണ്ടാകണം. കാരണം അയണിൻ്റെ അല്ല, എൻ്റെ സ്റ്റോണ്ടാണ്. എപ്പോൾ വേണോ തീരാം. ഒറ്റ മിനിറ്റ്, ഇതിവിടെ എത്തില്ല. എനിക്ക് അയണിൻ്റെ പിക്കാസ് വേണം. 1, 2. ഓക്കെ, 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വേണമെങ്കിൽ ഒന്നും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കാം സേഫ്റ്റിക്ക്. വലിയ മൈനിങ് അല്ലേ. ഒരു പിക്കാസ്. ഓക്കെ, എങ്ങനെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പം തീരാറായ പിക്കാസ് വെച്ച് നമ്മളിപ്പോൾ ഹാർഡ് കോറിൽ അങ്ങ് കുറച്ചുകൂടെ നമ്മൾ പ്രൊഫഷണൽ ആവണം. അല്ല ഇങ്ങനെയൊന്നും വെച്ചിട്ട് പ്രൊഫഷണൽ ആവാൻ പറ്റില്ല. നമുക്കിപ്പോൾ കാണാൻ പറ്റാത്ത ഇരുട്ടെത്തുമ്പോൾ നമ്മൾ ടോർച്ച് ഇട്ട് വയ്ക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പം കാണാനില്ല. എവിടെന്നോ സുഞ്ഞാൻ്റെ വാതിലൊക്കെ അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ച സോംബിയുടെ ശബ്ദം. ഓ, കോള്. വാവ്, കോള് എന്തായാലും കിട്ടിയല്ലോ, എടുക്കാം. കോൾ എത്തിയെന്ന് വെച്ചാൽ ഡയമണ്ട് അയൺ എത്തിയെന്നാണ് അർത്ഥം. നമുക്ക് മാക്സിമം പറ്റുന്ന കോളൊക്കെ എടുത്തോ. എന്നിട്ട് കുറച്ച് കോള് പോയി ഉണ്ടാക്കട്ടെ. കോളൊന്ന് കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാം. മാക്സിമം കോൾ എടുത്തോ, മാക്സിമം. 2 കോളിൽ നിന്ന് തന്നെ നമുക്ക് 8 ടോർച്ച് ഉണ്ടാക്കാം. 2 കോളിൽ നിന്ന് 8 ടോർച്ച് ഉണ്ടാക്കാം. അത് നല്ലൊരു ഇതാണ്. 2 കോളിൽ നിന്നൊക്കെ 8 ഈ സ്കെൽട്ടൺ സോംബി എന്തോ ഒരു പന്തികളുണ്ട്. ഓക്കെ, ഈ ഭാഗം പൊളിച്ചാണ്. വീഴായിരുന്നാൽ മതിയായിരുന്നു. നമ്മളെ വീടിൻ്റെ മണ്ടേക്കൂടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. 68. ഓ, ഇപ്പം എത്ര കോളായി? 64. ഓ, ഓക്കെ. നമുക്ക് 6 കോൾ എടുത്ത് ഇവിടെ വയ്ക്കാം. അതൊരു ഉപകാരം. എനിക്ക് ഇതായോ എന്നെ പിടിക്കും. ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം അയണാണ്. ഈ സോംബി എവിടെ നിന്ന് വരണമെന്നാണ് എനിക്ക് മനസ്സിലാത്തത്. സൗണ്ട് കൂടി വരണ പോലെ തോന്നുന്നു. ഈ അടിയിൽ ഏതോ ഗുഹ ഉള്ള പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താ അയ്യോ, ഒറ്റ മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആവശ്യം വരുമായിരുന്നു. ഇവിടെ സൗണ്ട് കൂടി വരണടേ. ഈ ഒരു മിനിറ്റ്, ചെറിയൊരു പണി പാളിയത് പോലെ. എന്തായാലും പോയല്ലേ. നമ്മൾ ഈ മൈനിങ് ഏരിയയിൽ 2 ഡോർ സെറ്റാക്കാൻ പറഞ്ഞ സ്ഥലം ലാഗായതുകൊണ്ടൊന്നും മനസ്സിലാവും. ഇവിടെ നമ്മളെ സ്റ്റോൺ ഉണ്ടോ? അത്യാവശ്യം സ്റ്റോൺ ഉണ്ടല്ലോ. ഓക്കെ, ഈ പിക്കാസ് ഇതിൻ്റെയൊക്കെ ജീവൻ തീരാറായി. നമ്മൾ ഈ സാധനങ്ങളൊക്കെ അങ്ങ് അടിച്ച് പൊളിച്ച് കളാം. അതിന് ആവശ്യമുണ്ട് ഇതിൻ്റെയൊക്കെ. ഇതൊക്കെ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് നമ്മൾ ഇവിടെ കോബിൾ സ്റ്റോൺ വയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ വയ്ക്കണം. നാളെ മൈനിങ് ഏരിയ സെറ്റ്. പക്ഷേ സൈഡിയും കൂടെ വയ്ക്കാം. പോയി
ഓക്കെ, നമ്മളെ മൈനിങ് ഏരിയ. ഇപ്പോഴാണ് ഒരാവശ്യം. ഈ സോംബി എല്ലാം വരണമെങ്കിലേ നമുക്ക് വായിലടക്കിയല്ലേ. ഇതിൻ്റെ എപ്പോഴാണ് ഇതിൻ്റെ അടിയിലോട്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. കാരണം സോംബിയുടെ സൗണ്ട് അയണമല്ലോ, അയണൊന്നും കിട്ടിയടോ. ഈ കോപ്പർ ഇപ്പം ആവശ്യത്തിനുണ്ട്, കാരണം ഇഷ്ടംപോലെ കോപ്പറുണ്ട്. പക്ഷെ അയണില്ല. അയൺ കിട്ടിയാൽ നമുക്കൊരു മാക്സിമം ഒരു അയൺ കിട്ടിയാൽ നമുക്ക് ഷീൽഡ് കിട്ടും. ഈ ഷീൽഡ് വേണമെങ്കിൽ അയൺ വേണം, അയണാണെങ്കിൽ കിട്ടണില്ല. ഈ മൈനിങ്ങിൽ എത്ര നേരം കൊണ്ട് സെറ്റാക്കണമെന്ന് അറിയാമോ? എടാ ഒരു അയൺ നമ്മൾ പെർഫെക്റ്റ് സ്പോട്ടിലല്ല വന്ന്. നമ്മൾ ആദ്യമായിട്ടാണ് മൈനിങ് ഏരിയ സെറ്റാക്കണേ. അത് ഹാർഡ് കോറിൽ, അത് നോർമലല്ല, ഹാർഡ് കോർ. എന്തിനാ 2 പ്രാവശ്യം പൊട്ടിച്ച? അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചാൽ മതി. പക്ഷെ അയൺ കിട്ടണേ, അയൺ പാടേ. ഓക്കെ, ഇത് ഏതാ ഏരിയ? എനിക്ക് ഇത് ഏതൊരു ഏരിയ ആണ്? ഇങ്ങനത്തെ ഏരിയ വന്നാൽ ചിലപ്പോൾ നമ്മൾ വേറൊരു ഗുഹ എത്തുക. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഉറപ്പൊന്നും പറയണ്ട, എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ പെട്ട സ്ഥലം ഇച്ചിരി മോശം സ്ഥലമായി. ഇതിപ്പോൾ ഇത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇത് കല്ലാണ്. റെഡ് സ്റ്റോൺ അല്ലല്ല, ഇത് അയണാണോ? എടാ ഇത്ര നേരം കൊണ്ട് കോപ്പർ വരെ എത്തിയടാ. അയൺ എന്ത് വരാത്ത? സൈഡ് കല്ലിൽ എന്താടാ? ഇത് കഷ്ടമില്ല, ഇച്ചിരി കഷ്ടമാണ് കേട്ടോ. ഇത് ഇച്ചിരി കഷ്ടമായിപ്പോയി. നമ്മൾ ഇത്ര മരമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതൊന്നും കിട്ടിയിരുന്നെന്ന് വെച്ചാൽ മോശമല്ലേ. ഡയമണ്ട് ഏരിയയിലോട്ടാണ് ഞാൻ പോകണമെന്ന് തോന്നുന്നു. ഡയമണ്ട് വേണമെങ്കിൽ എനിക്ക് അയൺ വേണ്ടേ? അയൺ ഇല്ല, ഡയമണ്ട് കൊടുക്കാൻ പറ്റിയ ഒരു എണ്ണം കിട്ടിയിട്ടുണ്ട്. എടാ ഡയമണ്ട് ഏരിയ എത്താറായെന്ന് തോന്നുന്നു. നമ്മൾ അതറിഞ്ഞൂടാ. ഡയമണ്ട് 22-ലെന്തോ. അയ്യോ, എവിടെ പൊട്ടിക്കണേ? ഇവിടെ അതും പൊട്ടിക്കുള്ള എനിക്ക് അയൺ വേണം. നമ്മളെ പിക്കാസ് 2 പിക്കാസ് ഇതുവരെ ഒരു അയൺ കിട്ടിയില്ല. എനിക്ക് ഈ സ്റ്റോൺ വെച്ച് വീടുണ്ടാക്കാം സിമ്പിളായിട്ട്. ഇത്ര പാടാണ് പിടിക്കാൻ. ഈ സാധനം കിട്ടാനുള്ള എന്ത് പറ്റി? സൈഡൊക്കെ നോക്കിയില്ല, അയൺ കിട്ടണല്ലോ. ഇത്രയും അതും തീർന്നു. അവിടെ കളിപ്പിക്കണോടെ. നമ്മൾ അയൺ കിട്ടിയിട്ട് പോണുള്ളൂന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടണല്ലോ. കുറെ നേരം കൊണ്ട് ഞാൻ കുഴിക്കുന്നു, ഒരു അയണും കിട്ടണല്ലോ. എടാ കോള് വരെ എത്തിയില്ലടാ. ഇനി അയൺ ഇതാടോ. എനിക്ക് ഷീൽഡ് ഉണ്ടാക്കാൻ അയൺ വേണം. ഇങ്ങനെ കാണിച്ചാൽ ശരിയാവൂല. അയൺതാ ഞാൻ മിക്കവാറും ഡയമണ്ട് എത്തുമെന്നാണ് തോന്നുന്നത്. പക്ഷേ എനിക്ക് ഡയമണ്ട് അയൺ അല്ലാതെ സാധനങ്ങൾ വെച്ചുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ആ സാധനങ്ങൾ കണ്ടുപിടിക്കും. റെഡ് സ്റ്റോണെങ്കിലും ഈ ഭാഗത്ത് കണ്ടേടേ. എന്തുവാണ് ഇത്? മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും, കാരണം മൈനിങ് ഏരിയ സെറ്റാക്കിയിട്ട് ഒരു ഗുണമില്ല. ചായ മേടിക്കുന്നു.
പോകണം കേട്ടോ. ഇത്രയും കുളിച്ചായ കിട്ടിയെങ്കിൽ നമ്മളങ്ങനെ നിർത്തൂല, നമ്മൾ ഇനിയും പോകും. ഇത്രയും കുളിച്ച് ഞാൻ ഡയമണ്ട് എത്താനുള്ള സ്ഥലം എത്തി, പക്ഷെ ഇതൊരു അയം കിട്ടിയില്ല. രാത്രിയായ കിടക്കാം. സോ ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക്. 18 കോള് വരെ. എന്തോ പറയാനാ, ഡയമണ്ട് കിട്ടാനുള്ള കോപ്പർ വാളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷേ ഒക്കെ സ്റ്റിക്ക് ഇച്ചിരി എടുക്കാം, എന്നിട്ട് കോപ്പറിൻ്റെ സാധനങ്ങൾ എടുക്കാം. എത്ര കോപ്പർ തീർന്ന? ഇല്ലല്ലേ, എന്തോ ഒരു പണി കോപ്പർ തീർന്നില്ല. ഞാൻ എന്തിനാണ് കോപ്പറിൻ്റെ ഉണ്ടാക്കിയത്? ഒരു ആക്സ് ഉണ്ടാക്കി. ഇത് പെട്ടെന്ന് തീരോടെ. ഒരു മരം വെട്ടിയോ കൊട്ടു കോപ്പറിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചായയും കിട്ടല്ലേ. ഇത് കൊള്ളടാ, അങ്ങനെ പെട്ടെന്ന് തീരുള്ള. സോ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ ഒരു വീട് ഉണ്ടാക്കണം. ഈ മണ്ണിൻ്റെ അടിയിലുള്ള പക്ഷേ നമ്മൾ അയം കിട്ടിയിട്ടേ അടുത്ത എപ്പിസോഡല്ല, ഒരു 5-6 എപ്പിസോഡിലൊക്കെ ചിലപ്പം വരും. ചിലപ്പോൾ ഞാൻ ജീവിച്ചാൽ മാത്രം 6-7 എപ്പിസോഡ് ആ രീതിയിൽ വരും. ആ സമയത്തൊക്കെ നമ്മളൊരു വീട് വെക്കുള്ളൂ. അയം കിട്ടാതെ ഒന്നും നടക്കൂല. ഇപ്പോൾ കോപ്പറിൻ്റെ സാധനങ്ങൾ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു പന്നി എനിക്ക് ഒരു വെട്ടിനും തീർക്കാൻ പറ്റുന്നില്ല, 2 വെട്ട്. അത് ഷീപ്പിനെയും തീർത്തേരും. കുറ കഴിഞ്ഞല്ല, 2 ക്രീപ്പർ വന്നെങ്ങനെ ഇരിക്കും. എൻ്റെ പോയി ചത്തോ? സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുന്നു. എപ്പിസോഡ് തീർന്നു. എടാ ഞാൻ എൻ്റെ കരുനാക്ക് തന്നെ കേട്ടോ, സത്യം പറയാല്ല, കരുനാക്ക് തന്നെ. സോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നിരിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഹാർഡ് കോറിൻ്റെ അടുത്തൊരു എപ്പിസോഡ് പിന്നെയും കൊണ്ടുവരും. പെട്ടെന്ന് വരും ഗൈസ്, ഒരു പേടിക്കേ വേണ്ട, പെട്ടെന്ന് വരും. ബൈ.